ഞാനിപ്പോ രാത്രി ഉറങ്ങാറില്ല ഗൈസ്. ഇനി പറ്റത്തില്ല. അയ്യോ. ഒരു മണിയോടുകൂടി നമ്മുടെ കലാപരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് അങ്ങ് തുടങ്ങും. പിന്നെ അമ്മേനെയൊക്കെ തട്ടി എണീപ്പിച്ച് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കണ്ടുകൊണ്ട് അങ്ങിരിക്കും. ഒരു 6 മണിയാവുന്നതോടുകൂടി സൈഡായിട്ട് നമുക്ക് ഒന്ന് കിടന്ന് ഉറങ്ങണം. ലൊക്കേഷൻ വാമനരം ഹോസ്പിറ്റൽ. മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. സോ മിഷൻ ഫെയിൽ. ഇവിടെ രാവിലെ ഒന്നും എനിക്കൊരു കുഴപ്പമില്ലടാ. കംപ്ലീറ്റ് ആയിട്ട് നോർമലാണ്. ഒരു പ്രാവശ്യം ചുമയ്ക്ക പോലുമില്ല. എല്ലാവരുടെയും തിരിച്ച് കളിച്ച് ഞാനും അവിടെ കാണും. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ ഒടുക്കത്തെ ചുമയാണ്. നമുക്ക് ഇന്ന് ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകണം. ഇന്നൊരു വെറൈറ്റി നമ്മൾ കറക്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ് വെച്ച് പിടിക്കുന്നത്. നമുക്കിന്ന് കുറച്ചധികം ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ ഗുളി അങ്ങനെ വിഴുങ്ങുമെന്ന് വിചാരിക്കേണ്ട. ഇത് ജസ്റ്റ് പൊട്ടിച്ച് വെള്ളത്തിട്ട് മതി. ഗുളുകളാന്ന് പറഞ്ഞാൽ അലിഞ്ഞ് തരും. പിന്നെ അടുത്ത് കുടിച്ചാൽ മാത്രം മതി. ഒരു 10 കൂടെ അടിച്ചിട്ട് കിടന്നുറങ്ങി. എല്ലാം സെറ്റായി. നമ്മൾ വീണ്ടും ഒന്ന് സജീവമായിട്ടൊക്കെ വരികയായിരുന്നു. കൊണ്ടൊന്ന് തീർന്നു തോന്നാനുള്ള ഗൈസ്. കഴിച്ചൊന്നും കുഴപ്പമില്ലായിരുന്നു. ഗുളി നടത്തിയപ്പോൾ വീണ്ടും തുടങ്ങി. ഷോഫ് എടുക്കാൻ എന്തോ ബുദ്ധിമുട്ട്. എൻ്റെ അരി പറ്റേ സംഭവം എന്തോ അലർജിയാണ്. ഇന്ന് പോയിട്ട് അലർജി ടെസ്റ്റിംഗ് ആളൊക്കെ ചെയ്യണം. അടുത്ത് ഗൈസ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ആവി പിടിക്കണം. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ചോര ബ്ലഡ് അലർജിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും ഒരു 4 ദിവസത്തേക്ക് അവിടെ പോയി ആവി പിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 15 ദിവസമായി ഞാൻ രാത്രിയൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് ഉറങ്ങിയിട്ട് വീടിന് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. വയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രി അങ്ങനെ വെളിയിലൊന്നും ഇറങ്ങാറില്ല. ആരെങ്കിലും വിളിച്ച് എടുക്കാറില്ല. ആരൊന്നും വിചാരിക്കരുത്. വയ്യാത്തോണ്ടാണ്. സോ ബൈ ബൈ.